കരിങ്കുട്ടി സ്വാമി ചെമ്പോല തറവാടിൻ്റെ ശാശ്വതമായ സംരക്ഷകനായി മാറിയതിനു ശേഷം അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും ഉഗ്രഭാവം കുറയ്ക്കാനും തറവാട്ടുകാർക്ക് ചില പ്രത്യേക ആചാരങ്ങൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു. പരമശിവൻ കാരണവർക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് ചില വിശിഷ്ടമായ പൂജകളും വഴിപാടുകളും കരിങ്കുട്ടി സ്വാമിക്ക് അർപ്പിക്കാൻ തുടങ്ങി. കരിങ്കുട്ടിയുടെ ഉഗ്രസ്വഭാവം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് മദ്യവും മാംസവും പോലുള്ള നിവേദ്യങ്ങൾ നൽകേണ്ടതുണ്ടായിരുന്നു. കൂടാതെ കോഴിബലി പോലുള്ള വഴിപാടുകളും ഈ ദേവന് വളരെ പ്രധാനമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ രൗദ്രഭാവത്തെ തൃപ്തിപ്പെടുത്തുകയും തറവാടിനുമേലുള്ള അനുഗ്രഹം നിലനിർത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. വേലന്മാർ അഥവാ കോമരങ്ങൾ കരിങ്കുട്ടിയുടെ അനുഗ്രഹം നിലനിർത്തുന്നതിൽ വേലന്മാർക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. കരിങ്കുട്ടിയുടെ ചൈതന്യം ഇവരിൽ ആവാഹിക്കപ്പെടുകയും ഈ കോമരങ്ങൾ കരിങ്കുട്ടിയുടെ പ്രതിനിധിയായി തറവാട്ടിലെ ആളുകളുമായി സംസാരിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു. പ്രധാന വിശേഷ ദിവസങ്ങളിലും തറവാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഈ കോമരങ്ങൾ കരിങ്കുട്ടിയുടെ രൂപം ധരിച്ച് ഉഗ്രനൃത്തം ചെയ്യുകയും പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തു. കരിങ്കുട്ടി സ്വാമി കേവലം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ഒരു മൂർത്തി മാത്രമല്ല, നീതിയുടെ പ്രതീകം കൂടിയായിരുന്നു. തറവാട്ടിലെ ആർക്കെങ്കിലും അനീതി സംഭവിച്ചാൽ അവർ കരിങ്കുട്ടിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ നീതി നടപ്പാക്കുമെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ചെമ്പോല തറവാട്ടിലെ കരിങ്കുട്ടി സ്വാമി രൗദ്രഭാവമുള്ള ഒരു രക്ഷകനായി തലമുറകളോളം കുടികൊണ്ടു. ഭക്തരുടെ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന നീതി സ്ഥാപിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയായി അദ്ദേഹം ഇന്നും ആരാധിക്കപ്പെടുന്നു.